ഹായ്. അങ്ങനെ നമ്മൾ തിരിച്ച് ഹലോ വിയറ്റ്. My name is Alan. My English name is Alan. Class A. ക്ലാസ് എ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ കോസ്റ്റ്യൂം ഇതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ നമ്മൾ സ്റ്റാർട്ട് സെക്ഷന് വേണ്ടി കേട്ടോ, നമ്മൾ നേരെ ബനാ ഹിൽസിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ പോണ വഴിക്കുള്ള കാഴ്ചകൾ കാണാം. ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോ കാണുന്നതെങ്കിൽ ശേഷം സബ്സ്ക്രൈബ് ചെയ്യും. ഞാൻ മെല്ലെ പറയാൻ കാരണം ഇത് നമ്മുടെ റൂമാണ്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അവരി നമ്മൾ പോകാൻ വഴിക്കുള്ള കാഴ്ചകളാണ്. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മളെ കുറച്ച് പൈസ എടുക്കണം. അപ്പോൾ എ ടി എമ്മിൽ വർക്ക് ചെയ്യുന്നില്ല, ഇതിൽ നോക്കട്ടെ. അങ്ങനെ നമ്മളെ വണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് ബനാ ഹിൽസിലേക്ക് നമ്മൾ കൊടുക്കുന്നത് 600 അപ്പ് ആൻഡ് ഡൗണ്. അതായത് 600 മീൻസ് 6 ലക്ഷം. ഓക്കെ, അപ്പം നമ്മൾ നേരെ ബനാ ഹിൽസിൽ അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കും. അപ്പ് ആൻഡ് ഡൗൺ ആണ് 600. എന്തായാലും ഗ്രാബിൽ നമ്മൾ നോക്കുമ്പോൾ രണ്ടാൾക്ക് ഏകദേശം 700 റുപ്യൻ്റെ അടുത്ത് വരും. 157. അപ്പോൾ 600 ചില്ലാൻ വരും. അപ്പോൾ അതിലേറെ ബെറ്റർ നമ്മൾ ഇതെടുത്ത് പോകണം. എന്താ വെച്ച് കഴിഞ്ഞാൽ കൂളായിട്ട് പോവാം. ഇതിലിപ്പോൾ 2 ആളുള്ളൂ, 4-5 ആൾക്കാർക്ക് പോകാം. ബാക്കിൽ ഷെരീഫ് ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യൂ. നമ്മളെ വണ്ടി ഡ്രൈവറാണിത്. യു ഗുഡ്? ഹലോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ നഗരമാണ് കേട്ടോ, ടോട്ടലി. പിന്നെ റൈറ്റ് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി പോകാനുള്ളത് 23 കിലോമീറ്ററാണ്. 23 കിലോമീറ്റർ അങ്ങോട്ടും 23 കിലോമീറ്റർ ഇങ്ങോട്ടും. അപ്പോൾ നമ്മൾ അതായത് വേൾഡിലെ വൺ ഓഫ് ദ ലോങ്ങസ്റ്റ് കേബിൾ കാർ റൈഡുകളിലൊന്നാണ്. അതായത് സിംഗിൾ ലൈൻ കേട്ടോ. ബാക്കി അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ബനാ ഹിൽസ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പോണ സ്ഥലത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതായത് വേൾഡ് റെക്കോർഡുള്ള പ്ലേസാണ്. വേൾഡിലെ തന്നെ ലോങ്ങസ്റ്റ് സിംഗിൾ ട്രാക്ക് കേബിൾ കാറാണ് ഇവിടുത്തെ വണ്ടികളൊക്കെ ഫുള്ള്. അപ്പോൾ വേൾഡിലെ ലോങ്ങസ്റ്റ് സിംഗിൾ ട്രാക്ക് കേബിൾ കാറാണ്. പിന്നെ അവിടുത്തെ സാധനം എന്താ വെച്ചാൽ ചാമ്പ വർഷിപ്പ്, ചാമ്പാദേവി ഗോഡസ് ചാമ്പ. അതായത് ചാമ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ ഇസ്ലാമിക് ഇറ, അതായത് ഇസ്ലാമിക് ഇറ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നുള്ള ഒരു കൈൻഡ് ഓഫ് ടീംസാണ് ചാമ്പ. അപ്പോൾ ചാമ്പ റിവേഴ്സ്. ഓക്കെ, ട്രാഫിക് ബ്ലോക്ക് കിടന്നിട്ട് പോകണമെങ്കിൽ ആകെ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ നമ്മളെ നാട്ടിലത്തെ മാതിരി ഹോൺ അടിച്ചാണ്ട് ബോറടിപ്പിക്കണില്ല. നൈസായിട്ട് ഇപ്പം ബാക്ക് എടുത്തു. അതുകൊണ്ട് എന്ത് ചെയ്തു, അവിടുത്തെ ചെറിയ പ്രശ്നം സോൾവ് ചെയ്ത വണ്ടികൾ പോയിക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ. 2013 ഇത് ഓപ്പൺ ആക്കിയിട്ടുള്ളത്. ഇന്ന് 2021 അതായത് കുറേ ഇതുണ്ട്, എന്തിനു പറയാ, കേബിൾ കാറുകൾ അവിടെ ഇപ്പോൾ നിലവിലുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് അവിടെ ചെയ്യാനുള്ളത് ബാക്കി അവിടുത്തെ പോയിട്ടുള്ള കാഴ്ചകൾ കാണാം. പിന്നെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അതിനെക്കുറിച്ച് വായിക്കുന്ന സമയത്ത് കിട്ടുന്നത് ബനാ ഹിൽസ്. അത് പല രീതിയിൽ പറയപ്പെടുന്നുണ്ട്. ഒന്ന് പറയുന്നത് ബന എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ ചാമ്പ റീജിയനുമായി ബന്ധപ്പെട്ട ആ ഒരു ലാംഗ്വേജിൽ നിന്നാണ് അത് ഉണ്ടായത് എന്നുള്ളതും. പിന്നെ രണ്ടാമത് ഈ ഒരു ബനാ ഹിൽസ് കുറച്ചൊരു ഇപ്പോൾ തണുപ്പുള്ള ഏരിയ, ഹൈ റേഞ്ച് ഏരിയ ആയതുകൊണ്ട് തണുപ്പുള്ള ഏരിയ ആണ്. ബനാ ഹിൽ സ്റ്റേഷന്, സൺവേൾഡ് ബനാ ഹിൽസ് അങ്ങനെ പല പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഒരു കൈൻഡ് ഓഫ് അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെയാണ്. നമ്മളെ നാട്ടിലെ ഞാൻ കുറേ വീഡിയോ ഒക്കെ കണ്ട സമയത്ത് നമ്മുടെ നാട്ടിലെ വലിയൊരു നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഇല്ലല്ലേ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സെറ്റപ്പാണ്. അപ്പോൾ അവർക്ക് പോണ വഴിയും നല്ല രസമായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഫുൾ അതിലിങ്ങനെ ഒരു വാക്കവേ, പിന്നെ ഇത്തരത്തിലുള്ള കുറേ സാധനങ്ങൾ. പിന്നെ എന്തുണ്ടെങ്കിലും ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് തന്നെ ബാക്കി സർവീസുകൾ. ഇപ്പോൾ നമ്മൾ ഈ വണ്ടി നമ്മളവിടുന്ന് ഊബർ ഇത് ഒഴിച്ച സമയത്ത് ഗ്രാബിൽ എയർപോർട്ടിൽ ഫസ്റ്റ് വന്ന സമയത്ത് പരിചയപ്പെട്ട ഒരു കേറ്റ്. വാട്ട്സ് ഹിസ് നെയിം, യുവർ ഫ്രണ്ട് നെയിം?
Bana Hill. No, your friend name. Kate. Okay. കേറ്റ് ഇവൻ്റെ നമ്മൾ ഫസ്റ്റ് നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് വന്നപ്പോൾ കണ്ടില്ലേ, ഓൻ്റെ ഫ്രണ്ടാണ് ഇവനെ ഓൽപ്പിച്ചെന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യം പറഞ്ഞ് 700-800 പറഞ്ഞു, പിന്നെ ലാസ്റ്റ് 600 പറഞ്ഞപ്പോൾ നമ്മളത് എനിക്ക് 500 വേറെ കിട്ടും പറഞ്ഞപ്പോൾ 600 സെറ്റ് ചെയ്ത് അങ്ങനെ ഇതായതാണ്. അപ്പോൾ പെടൂല വിചാരിക്കുക, കണ്ടിട്ട് കുഴപ്പമില്ലൊന്നുമില്ല. ബാക്കി നമുക്ക് ഇനി തിരിച്ചു വരുമ്പോൾ ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്ക് കുറേ ദിവസം ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബൈക്ക് എടുക്കുകയാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇവിടെ തന്നെ ഇപ്പോൾ ഞാൻ 4 നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്തു. അപ്പോൾ ഈ നാളെ നമ്മൾ ഇവിടുന്ന് നേരെ ഇവിടേക്ക് പോകണം. അപ്പോൾ ഒന്നിവിടെ എത്തിയോണ്ടാണ് ഞാൻ ഇന്ന് ഈ ബനാ ഹിൽസ് ഇന്ന് പോകണം, അല്ലെങ്കിൽ മിഞ്ഞാന്ന് പോകേണ്ടത് വരും. ഇന്നലെ ഇവിടുന്ന് നേരെ നെട്രാങ്ങോ അല്ലെങ്കിൽ ഡാലറ്റോ അല്ലെങ്കിൽ ഹാനോയി ഒക്കെ പോകേണ്ടതായിരുന്നു. അപ്പോൾ വന്നുകൊണ്ടാണ് ഞാൻ ഇത് ഇന്നത്തേക്ക് പ്ലാന് മാറ്റിയത്. ഇന്നലെ കംപ്ലീറ്റ് വീഡിയോ എഡിറ്റിങ് പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ നേരം തന്നെ, അതുകൊണ്ടാണ് 13 വ്ളോഗ് 30-40 മിനിറ്റുള്ള 13 വ്ളോഗുകളെ എഡിറ്റ് ചെയ്ത് കയറ്റും. അപ്പോൾ അത്രയും ഫാസ്റ്റായിട്ട് സാധനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ജസ്റ്റ് ലൈക്ക് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ പിന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ പോടെ വൈക്കുള്ള കാഴ്ചകൾ ഇങ്ങനെ കാണട്ടോ. ഫുള്ള് ലാൻഡ്സ്കേപ്പ് നോക്കി, ഫുള്ള് വാഴ. നമ്മളെ നാടല്ല, നോർത്ത് ഇന്ത്യയിൽ വാഴയൊക്കെ വെച്ചിട്ടുണ്ടെന്ന മാതിരത്തെ ഒരു സെറ്റപ്പ് ഫുള്ള്. പിന്നെ കരിമ്പിൻ പാടങ്ങളുണ്ട്, പാം ട്രീസ് നമ്മൾ അധികം കണ്ടില്ല. മറ്റേ കാട്ടുവാഴ കണ്ടിട്ടുണ്ട്, കാട്ടുവാഴ. എന്താ ലുക്ക് നമ്മൾ പോണോക്കി നമ്മളതിൻ്റെ മേലക്കാണ്ട് പോണത്. ആ ഒരു ദിനം മോൾക്ക് ക്ലൈമറ്റ് തണുപ്പുണ്ട് എന്നാണ് കുറേ ആൾക്കാർ പറഞ്ഞത്, പോയ ആൾക്കാർ. എന്തായാലും പോയി നോക്കാം. അതിൻ്റെ മോൾക്കാണ് പോണത്. ഇവിടുത്തെ വീടുകളൊക്കെ നിങ്ങൾ ഫുള്ള് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ്. പിന്നെ മുന്നിൽ കൃഷി, ഇന്നോവ ക്രിസ്റ്റ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടി. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാം. ദേശസ്നേഹം ഉണ്ട് കേട്ടോ വലുതാക്കി. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയ സമയത്തിന് മഴ ചെയ്തിട്ടോ, അതുപോലെ കൊടിയൊക്കെ എല്ലായിടത്തും അതേപോലെ കൊടിയുണ്ട്. നമ്മുടെ വണ്ടിയാണിത്. ജസ്റ്റ് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങാം. അപ്പോൾ നല്ല അടിപൊളി കാഴ്ചകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. ആഹാ, നല്ല ലഷ് ഗ്രീനറി എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു അടിപൊളി. പുറത്ത് വലിയ ചൂടില്ല തോന്നുന്നുണ്ട്. പിന്നെ ആ ഒരു മഴക്കാറ് പോവുകയും ചെയ്തു. ഇങ്ങനെ നേരെ പോണത് അടിപൊളി അടിപൊളി അടിപൊളി. നല്ല രണ്ട് സൈഡും നല്ല ഗ്രീനറി, പിന്നെ ചെറിയ ചെറിയ പൂക്കളുണ്ട് നല്ല രസമായിട്ട്. അങ്ങനെ നമ്മൾ ബനാ ഹിൽസ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 3-4 പാം ട്രീകളും പിന്നെ ചുറ്റിലും സംഭവം നല്ലൊരു പരിപാടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നീറ്റ് ആൻഡ് ക്ലീൻ ആണെല്ലാം, നൈസായിട്ട്. നമ്മളിവിടെ പാർക്കിംഗ് ഇവിടെ എത്തിക്കണോണ്ട് നമ്മളിങ്ങനത്തെ ബസ്സിലാക്കട്ടെ വരിക. ഓക്കെ, ഇങ്ങനത്തെ ബസ്സിലുള്ളതൊക്കെ നമ്മൾ വരിക. പാക്കേജ് പെട്ടെന്ന് ബുക്ക് ചെയ്തോളി. വിയറ്റ്നാം പോരണ്ടേ, സെറ്റാക്കണ്ടേ. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ സ്റ്റെയർ. അപ്പോൾ നമ്മളിവിടെ എത്തി. നമ്മൾ നേരെ അതിൻ്റെ മുകളിലേക്കാണ് പോകുന്നത്. ഇഷ്ടം പോലെ നോക്കി 5 അതായത് ഇഷ്ടംപോലെ ഡബ്ബകളുണ്ട്. അതായത് കുറേ കേബിൾ കാറുകളുണ്ട്. നമ്മളാ കക്കാടം പോലെയൊക്കെ ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞാണല്ലോ, എന്തോ രസകരം. അപ്പോൾ നമ്മൾ ഇറങ്ങിയാണ്ട് ഇങ്ങനെ നടക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ട്രാൻസിറ്റ് ബസ്സിൽ നമ്മൾ കയറുന്നു. നമ്മുടെ ഡ്രൈവറും നമ്മളെ കൂടെ വരുന്നുണ്ട്. ഹലോ ഹലോ ഹായ്. ബസ് അപ്പോൾ നമ്മളെ യുവർ നെയിം ഐ ഫോർഗോട്ട്. യുവർ നെയിം ചു നമ്മളെ കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ
ഒരു ബസ്സിലാണ് പോകുന്നത് കേട്ടോ. ഷട്ടിൽ ബസ്സിൽ ഇങ്ങനെ വേറെ ഫോറിനേഴ്സിൻ്റെ അവിടെ. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ എത്തി. നമ്മൾ നേരെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക് ഉണ്ടോ, ഫുള്ള് സൺ വേൾഡ് ബനാ ഹിൽസ്. അപ്പോൾ നമ്മൾ ഹലോ ടിക്കറ്റ് ഹായ് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നാണ്. ടിക്കറ്റ് കൗണ്ടറിലെത്തി. ഓക്കെ 1950 രൂപ വിത്തൗട്ട് ഫുഡ്, 1250 വിത്ത് ഫുഡ്. ബൊഫെ നല്ലതാണെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വിത്ത് ബൊഫയുള്ള എടുക്കുകയാണ്. 2 ടിക്കറ്റ്, 2 ടിക്കറ്റ് വിത്ത് ലഞ്ച്. എന്തായാലും നോക്കുക. ഓക്കെ കാർഡ് അപ്പോൾ കാർഡ് സെറ്റ് ചെയ്യാണ്. അപ്പോൾ കാർഡൊക്കെ പോലെ എവിടെ സൂക്ഷിക്കേണ്ട അമ്പാനല്ലേ. ടിക്കറ്റ് അപ്പോൾ 2500 ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ ടിക്കറ്റ് കിട്ടിട്ടോ 1250 റുപ്യ വിത്ത് ഫുഡാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഏകദേശം നമ്മളെ ചെക്കൗട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ ഓക്കെ മുതലിലേക്കാണ് നമ്മൾ പോണത്. എത്രങ്ങാനും കേബിൾ കാർ. നമ്മൾ ആ കക്കാടംപോയിലേക്ക് എന്തോ ഒരു രസമാക്കുക സുഹൃത്തുക്കൾ. അപ്പോൾ ഇതാണ് ബനാ ഹിൽസ്. ഇതിൻ്റെ എൻട്രൻസിലേക്ക് നമ്മളിങ്ങനെ പോവാണ്. ടിക്കറ്റ് നമ്മളെ കയ്യിലുണ്ട്. ടിക്കറ്റ് എവിടെ വെച്ചേ? ടിക്കറ്റ് പോക്കറ്റിലുണ്ട്. ടിക്കറ്റ് ഇവിടെ ഉണ്ട്. നമ്മൾ നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് മെല്ലെ ഇങ്ങനെ ചലിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മാർബിൾ കൊണ്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നല്ല രസമായിട്ട് പോലും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടോ. കേബിൾ കാർ ബാക്കിൽ നിങ്ങൾ കാണുന്നുണ്ടോ വരുന്നത്? ക്യാമറ കൊണ്ട് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഈ 360ൽ സൂം ചെയ്യാനുള്ള ഓപ്ഷൻ ഞാൻ കണ്ടിട്ടില്ല. അല്ലേ നമുക്കത് ചെയ്യാം. എൻട്രൻസ് നല്ല രസത്തിൽ ചെയ്ത് വെച്ചിട്ടുണ്ടോ. ഓരോ ദോച്ചിമീനാണല്ലോ. ദോച്ചിമീനാണ് അല്ലേ? അല്ലേ ഓരോ പക്കാ ട്രഡീഷണൽ പല സംഭവങ്ങളുള്ളൊരു ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഹലോ ഒരു നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക്. ഇവിടെ പക്ക ഈ ഒരു ബനാ ഹിൽസിൻ്റെ കംപ്ലീറ്റ് ഒരു മിനിയേച്ചർ സെറ്റപ്പ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ. ഇത് കംപ്ലീറ്റ് ഇതാണ് ഈ ഒരു ഹില്ലുള്ളത്. നല്ല നല്ല രസമായിട്ട് ഇതിൻ്റെ ഒരു ആണോ. ഈ ഒരു കേബിൾ കാറും അതിൻ്റെ സകല സാധനങ്ങളും. ഇതിൻ്റെ ഏറ്റവും പീക്കിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നല്ല രസത്തിലേക്ക് ഫുള്ള് നല്ല നീറ്റ് ആൻഡ് ക്ലീനില്ലേ ഈ ഒരു സ്ഥലത്തിൻ്റെ. പ്രിയപ്പെട്ട മന്ത്രിയോ ആരെങ്കിലും നമ്മൾ വീഡിയോ കാണൂല കാര്യം, എന്നാലും നമ്മുടെ നാടിൽ ഇതേപോലെ കൊണ്ടുവന്നത് എന്തോ ഒരു രസകരം. എത്രങ്ങാനും ആളുകൾക്ക് ജോലി സാധ്യത കിട്ടും. എത്രങ്ങാനും ആളുകൾ നമ്മുടെ സ്ഥലങ്ങളൊക്കെ നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റ് വരണം. പക്ഷെ ആരോട് പറയാൻ. നമ്മൾ നേരെ അതിൻ്റെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവാണ്. ടിക്കറ്റ് എൻട്രൻസിലേക്ക് പോകാം.
ഫോട്ടോ സ്പോട്ടിന് പറ്റിയ ഏരിയകളാട്ടോ അല്ലേ. എന്താ ഫ്രെയിമിങ് നോക്കി, ഫുള്ള് പല രീതിയിലുള്ള ആളുകളും. എവിടുന്നാ അടിപൊളിയായിട്ട് നല്ല ഫോട്ടോഗ്രാഫിക്ക് പറ്റുന്ന കിഡിലോസ്റ്റി പ്ലേസുകളുണ്ട് കേട്ടോ. കപ്പിൾസായിട്ട് വരുമ്പോഴേ നിങ്ങളെ വൈഫ് നല്ലൊരു ഫോട്ടോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഭർത്താവിന് അതിനേ ടൈം ഉണ്ടാവുള്ളൂ. ആസ് യൂഷ്വൽ പർച്ചേസിങ്ങിന് പറ്റുന്ന സ്ഥലങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ നമ്മൾ കേബിൾ കാർ റൈഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അയ്യ മീനുകളൊക്കെ നല്ല മീനുകൾ. വേറെ കാര്യം എന്താ വെച്ചാൽ നല്ല വിശക്കുണ്ട്. അപ്പോൾ നമ്മൾ കേബിൾ കാർ സ്റ്റേഷനിലേക്ക് പോകണി. നമ്മുടെ മറ്റേ ഐസ്ക്രീമിൻ്റെ സൗണ്ടാണ്. നല്ലോണം പൈസ ഉണ്ട്. വിശക്കുന്നു. വാഴമരങ്ങൾ അതെന്താ ബെറ്റിലാണത്. ഏഷ്യയിലെ എല്ലാ സ്ഥലത്തു നിന്നും ആൾക്കാരോടെ ഉണ്ട് ഇതിൽ. ഗുഡ്. ഹലോ, ഹൗ യു? ഗുഡ്. നമ്മൾ കേബിൾ കാർ കയറാൻ പോകുമ്പോൾ കാണുന്ന സുന്ദരികളാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ നമ്മളെത്തി. ഇനി അതിൽ പോവാം. ഓക്കെ, താങ്ക് യു, ബൈ. ഇത് നമ്മളെ ഗണ്ടോള. ഇതാണ് കാശ്മീരിലുള്ളത്. ഇത്ര സെറ്റപ്പിലോ ഇത്ര വലുപ്പത്തിലോ ഒന്നുമല്ല. നമ്മൾ ഗണ്ടോളകൾ ഇങ്ങനെ വരും. ഒരു വീഡിയോ എടുക്കുമോ? ഇതാ ലോങ്ങെന്ന് നോക്കുമ്പോൾ ചെറിയ ചെറിയ സാധനങ്ങളല്ലേ, ഇത് വലിയതുണ്ടാവും. നീറ്റ് ആൻഡ് ക്ലീനിൽ കൊണ്ടുനടക്കേണ്ടത് ഇതാണ് പരിപാടി. ഫുള്ളി ഞാൻ കമ്പയർ ചെയ്യുന്നില്ല. ഹലോ, ഓക്കെ, താങ്ക് യു. നമ്മളിതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ ഫാമിലി ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് നമ്മൾ വരുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മാക്സിമം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളപ്പോൾ എല്ലാ ഫാമിലിയിലൊക്കെ നമ്മൾ ഒരുമിച്ച് പോകാന്നുള്ളതാണ്. ഇതെന്ന് വെച്ചാൽ ഓരോ എണ്ണ ഇങ്ങനെ കയറ്റി വിടും കാശ്മീരിലൊക്കെ അല്ലേ. പിന്നെ നമ്മളൊക്കെ അവിടെ നമ്മൾ ഗൈഡായിട്ട് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മളാൾക്കാർ അവിടെ വർത്താനം പറഞ്ഞാൽ നൈസായിട്ട് ഇതാവും. നമ്മൾ കച്ചറൂടാൻ തരുന്നല്ലോ, കച്ചറൂ ആകെ ഇതാവും. ഇത് നൈസാണ്. ഇതിപ്പോൾ നമുക്ക് രണ്ടാൾ മാത്രം ചെയ്യും. സെറ്റല്ലേ? അടിപൊളി കേട്ടോ, അടിപൊളി, സൂപ്പർ. നല്ല വ്യൂ ആണ്. കാണാൻ കിടക്കാനുള്ളൂ. ഒന്നും പറയാല്ലേ, കിടിലൻ. ആ പാർക്കിംഗ് നോക്കി, ഫുള്ള് നല്ല. ഈ മലന്റെ മുകളിലേക്കാണ് അവിടെ പോണത്. ഫുള്ള് ഞാൻ ഒരു ഫോട്ടോസ് ഒക്കെ എടുക്കുന്നത്. എന്തായാലും എത്ര സിമ്പിൾ ആയിട്ടുള്ള ടെക്നോളജി. സിമ്പിൾ അല്ല അല്ലേ,
അതായത് അങ്ങോട്ട് ഞമ്മക്ക് ഇരിക്കുന്ന ആളെ എത്ര സിമ്പിൾ ആയിട്ട് നമ്മൾ കൊണ്ടുപോകണമെന്നില്ല, ഇത്രയും റിസ്ക് ഉള്ള ഏരിയയില്. പിന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് വരികയാണെങ്കിലും ഫാമിലി ആയിട്ട് വരികയാണെങ്കിലും കുറച്ച് ഫുഡ് കാര്യങ്ങൾ, ഈ ബണ്ണ് റൊട്ടി അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഒറ്റക്കാണെങ്കിലും അത് കയ്യിൽ വെച്ചോണ്ടു. കാരണം നിങ്ങൾ ഇവിടുത്തെ 950 രൂപയാണ് ഇപ്പോൾ ടിക്കറ്റ് കണ്ടില്ല. 950 രൂപ അല്ല VND വിയറ്റ്നാം. അപ്പോൾ അതായത് 1 2 3 4 5 6 7 കേബിൾ റൈഡുകൾ ഇവിടെ ഉണ്ട്. വേൾഡിലെ ഏറ്റവും നീളം കൂടിയ സിംഗിൾ ലൈൻ ഗണ്ടോളയാണ്. ഞങ്ങനെ കാട്ടുന്നുണ്ടോ, ചെവി അടിയുണ്ട്. ഹൈറ്റ് പേടിയുള്ള ആളുകൾ കയറും ചെയ്യാട്ടോ. സെറ്റ് ചെയ്യാട്ടോ. ഇത്ര ഹൈറ്റിൽ നോക്കി നമ്മള് 2.5 കിലോമീറ്ററിന്റെ മുകളിലാണ് പോയിട്ട് പാർക്കിൽ നിന്ന് കംപ്ലീറ്റ് ഡനാങ് ടൗൺ ആണ് കാണുന്നത് ആ തലക്ക്. അപ്പോ ഇത് കാശ്മീരത്തിലേറെ നീളം കൂടുതലുണ്ട്. അതായത് റെക്കോർഡ് കാശ്മീരിലും വേൾഡ് ലോങ്സ്റ്റ് റെക്കോർഡ് ഉണ്ട് കാശ്മീരിൽ. ഇതിലെന്ന് വെച്ചാൽ വേൾഡ് സിംഗിൾ ലോങ്സ്റ്റ് ആണ്. അതായത് ഒറ്റ റാപ്പിൽ അടിപൊളി നിർത്താതെ പോണത്. കാശ്മീരിലാവുമ്പോൾ നിർത്തി പോകണ്ട്. ഫസ്റ്റ് ഫേസ് പോകുന്നുണ്ട്, സെക്കൻഡ് ഫേസ് പോകുന്നുണ്ട്. പിന്നെ ഞാനീ പറഞ്ഞ ചെവി അടിയുന്ന സാധനം ഉണ്ട് കേട്ടോ. കണത്തിൽ തുപ്പലിറക്കാം. നമ്മള് ഫ്ലൈറ്റിൽ പോകുമ്പോൾ എന്താ ചെയ്യൽ നിന്ന പോലെ. ഓക്കെ, കൊടുങ്കാട് എന്നൊക്കെ പറഞ്ഞു നോക്കി. അതായത് ഈ ഒരു ഫുൾ പരിപാടി ഇത് ഏറ്റെടുത്തിട്ടുള്ളത് എന്താണ്, സൺവേൾഡ്. വേറെ ഏതൊരു കമ്പനി ഉണ്ട്, എൻ്റെ എന്തോ ഒരു ഉള്ളിലൊരു കമ്പനി ഉണ്ട്, അതാണ് ഇത് ഏറ്റെടുത്തിട്ടുള്ളത്. ഇവരെ പരിപാടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ വലിയ വലിയ സ്ഥലങ്ങൾ, ടൂറിസ്റ്റുകൾ ഡെസ്റ്റിനേഷനിൽ പോയിട്ട് ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യാം. നേക്കാണ് അല്ലേ, ആളുകളെ ഹാപ്പി ആക്കാനുള്ള പല പരിപാടികളും ഇവിടെ ഉണ്ട്. എത്ര മലകൾ കയറിയാണ്ടാണ് പോണത്, എത്രയോ മലകള്. ടെക്നോളജിയാ കൺസ്ട്രക്ഷൻ നടക്കണോ അതിന് മുകളില്. വലിയ മലകള്. സംഭവം കിട്ടിലാണ്. ഈ ക്യാമറ ചാടിക്കഴിഞ്ഞാൽ പിന്നെ ലൈഫിൽ കിട്ടൂല. അമ്മാരി കാടാണ്, കൊടുങ്കാട് താഴെ. ഈ ഗണ്ടോളമ്മയി അതായത് കേബിൾ കാറുമ്പോൾ ഫുള്ള് സോളാറിന്റെ സിസ്റ്റമാണ്. കറണ്ടിനോ ആയിരിക്കും, പക്ഷെ സോളാർ എനർജി ഉണ്ട്. കാരണം അതിന് എല്ലാത്തിൻ്റെയും മുകളിലുണ്ട്. അങ്ങനെ നമ്മളെ മെയിൻ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടോ. ഹൈലൈറ്റ് ബ്രിഡ്ജ്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ബ്രിഡ്ജ് അവിടെ പോയി കഴിഞ്ഞാൽ ബ്രിഡ്ജിന്റെ വലിയ വൈബൊന്നും കിട്ടിക്കൊന്നില്ല. നമ്മൾ ഹൈ ആംഗിൾ ഷോട്ടിൽ നല്ലൊരു 360 എടുക്കുന്ന സമയത്ത് നല്ല രസമായിരിക്കും. ഈ വീഡിയോസ് ഒക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, വോയേജർഗ്രാം. ഓക്കെ, അങ്ങനെ ഏകദേശം ഒരു 1/2 മണിക്കൂർ നീണ്ട യാത്രക്കൊടുവിൽ നമ്മളിവിടെ ലാൻഡ് ചെയ്യാണ്. താങ്ക് യു. ഇതൊരു സംഭവം തന്നെ കേട്ടോ. നമ്മളിപ്പോൾ വന്നിട്ട് അതേ രീതിയിൽ ആൾക്കാർ ഇഷ്ടം പോകുന്നുണ്ട്. ഇവിടെ വേറെയും വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. വണ്ടികളൊക്കെ കാണുന്നുണ്ട്. Say beer, not say me. Hi. No, I'm reading this. Craft beer with the boys. How are you? Good. I'm fine, thank you. Hi. നല്ല സ്മെല്ലുണ്ട്. ഫുഡ് നല്ല വിഷമുണ്ട്. ആദ്യം ഫുഡ് കഴിക്കട്ടെ. ഇവിടെ ബ്രിഡ്ജുമൊക്കെ നമ്മൾ കയറാണ്. ഇവിടെ മസാജിങ് പരിപാടികൾ വേറെ ഉണ്ട്. ഇലക്ട്രോണിക്. ഹായ്. അപ്പം ഇനി നമ്മൾ നേരെ ബ്രിഡ്ജുമൊക്കെ കയറട്ടോ. ഇവിടെ ഫാൻറ്റസി പാർക്ക് വേറെ ഉണ്ട്. ഇതിനൊക്കെ ഈ ടിക്കറ്റ് ഇതിൽ ഇൻക്ലൂഡഡാണ്.
that way. അപ്പോൾ ഇതാണ് ആ ഒരു ബ്രിഡ്ജ്. ആർക്കിടെക്ചറൽ മാർവൽ എന്നൊക്കെ പറയാൻ പറ്റും കേട്ടോ. അമ്മാരി സെറ്റപ്പാണ്. ഇതാണ് ഈ ഗോൾഡൻ ബ്രിഡ്ജ്. അപ്പോൾ അത്യാവശ്യം അതായത് നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഈ കയ്യിലുള്ള ഏരിയ ഉണ്ടല്ലോ, അവിടെ പോയിട്ട് 1-2 ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് നല്ല നൈസിൽ എന്ത് ചെയ്യും ഇത് കിട്ടും. പിന്നെ നമ്മൾക്ക് 360 ഉണ്ടായതുകൊണ്ട് 360 നല്ല രസമായിട്ട് കുറച്ച് ഫോട്ടോസ് കിട്ടും. ക്ലൈമറ്റ് കോടം മൂടിയിട്ട് അപ്പോൾ ഇനി അവിടെ 1-2 പരിപാടികൾ കാണാണ്ട് അതിനൊക്കെ നമുക്ക് ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ പോകണം. Có mò bao rồi mà chụp tới sáng đi kìa. ഇനി നമുക്ക് ആ ഒരു അമ്യൂസ്മെന്റ് പാർക്കാണ് പോകുള്ളത് കേട്ടോ. അമ്യൂസ്മെന്റ് പാർക്ക് പോലത്തെ സെറ്റപ്പ്. അപ്പൊ നമുക്ക് ഇനിയുള്ളത് ഇവിടുത്തെ ഫ്ലവർ ഗാർഡൻ ആണ്. ഓക്കെ, ഫ്ലവർ ഗാർഡൻ കാണാൻ വേണ്ടിയാണ് പോണത്. എന്താ അടിപൊളി സ്ഥലങ്ങൾ കേട്ടോ. കിഡിലോസ്കി പ്ലേസ്. അതാണ് മറ്റേ ബുദ്ധല്ല മറ്റേ സ്റ്റാച്യു, ചാമ്പ സ്റ്റാച്യു. ഒരു കാട് ഇങ്ങോട്ട് വെട്ടിത്തെളിച്ചൊക്കെയല്ല, അവിടെ ഇങ്ങോട്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സാധനങ്ങൾ ഇങ്ങോട്ട് ഉഷാറാക്കിക്ക. വിസ്മയം എന്നൊക്കെ പറയില്ലേ, ദ റിയൽ വിസ്മയം, ദ റിയൽ വണ്ടർ. ഇതാണ് ഫ്ലവർ ഗാർഡൻ കേട്ടോ. ഫ്ലവർ ഗാർഡൻ്റെ മോനെ ഫോട്ടോ ഒക്കെ എടുത്ത് മരിച്ച അടിപൊളി ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഏരിയയാണ്. അപ്പോൾ ഇവിടെ ഫ്ലവർ ഗാർഡൻ്റെ ഉള്ളിൽ എത്തി കഴിഞ്ഞാൽ ഇങ്ങനെ സെറ്റപ്പ് ഉണ്ട്. പക്ഷേ ഇതിനുള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് സെപ്പറേറ്റ് എടുക്കണം. അത് നമ്മളെ ടിക്കറ്റ് ഇതിൽ ഇൻക്ലൂഡ് അല്ല. ഇതിൽ നമുക്ക് ബഫിങ് കേബിൾ കാറും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളെ ഇൻക്ലൂഡ് ഉള്ളൂ കേട്ടോ. നല്ല നൈസ് പരിപാടിയാണ് കേട്ടോ. ലവ് ഗാർഡൻ. ഇന്നൊക്കെ അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കട്ടോ ലവ് ഗാർഡന്. ഹായ്, ഗുഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അടിപൊളി ഇത്തരത്തിലുള്ള നല്ല രസമായിട്ടുള്ള ഫോട്ടോസ് കിട്ടും. ഇവരെ ഫോട്ടോസ് നമ്മളെ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്ലവർ ഗാർഡൻ്റെ മറ്റൊരു വശം സ്റ്റാച്ചു ഒക്കെ നോക്കി എന്ത് സെറ്റപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫുള്ള് മറ്റേ മാർബിളാണ് കേട്ടോ, നൈസായിട്ട്. എന്താ പിടിച്ചിരിക്കണ് ഞങ്ങൾക്കുണ്ട്. ഇതിലൊന്നും ഡ്രസ്സ് ഇട്ടിട്ടില്ല, ആണ് വിഷയം. ഹലോ, ഇത് തോട്ട് ഗാർഡൻ ആണ് കേട്ടോ, ചിന്തിക്കാനുള്ള ഗാർഡനാണ്. ഇവിടെ ഇങ്ങനെ ഒരു ചെസ് ബോർഡ് ഉണ്ട്. ചെസ് വേണമെങ്കിൽ നമുക്ക് കളിക്കാം. അത് നീക്കാം, ഈ സാധനം ഇങ്ങനെ നീക്കാം നമുക്ക് വേണമെങ്കിൽ. പോകണ്ട. പിന്നെ ഇത് നല്ലൊരു സെറ്റപ്പിൽ ഒരു അടിപൊളി മറ്റേ ഇത് എന്തോ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു സെറ്റപ്പ് ഒരു കൈൻഡ് ഓഫ് സ്റ്റേജിന് ഒരുപാട് ഒപ്പേരല്ല, പേരെനിക്കറിയില്ല, മറന്നു. ഇനി നമുക്ക് അടുത്തത് പോകാനുള്ളത്
അവിടെ ഒരു ബുദ്ധൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ടെങ്കിൽ അത് ഒരു സ്റ്റാച്ചു ആണ്. വൈറ്റ് കൊണ്ട് കാണുന്നുണ്ടോന്ന് അറിയില്ല, ആകാശത്തിൻ്റെ ബുദ്ധനല്ല, ബുദ്ധനാ തൊള്ളിന്ന് വരുന്നത് എപ്പോഴും. അപ്പം ഇനി നമ്മൾ അങ്ങോട്ട് എങ്ങനെ പോവാം? എല്ലാവരും നടക്കുന്നിടത്തൂടെ നടന്നു നോക്കുക. റോബർട്ട് ഫ്രോസ്റ്റ് പറഞ്ഞെന്താ അറിയോ? The road not taken. The more you travel, you will get new experiences and all. Like that. Hello. How are you? Good. Your name? Min. Okay. Where are you from? I'm from Vietnam. I'm from Vietnam. Okay. What's your name? My name is Viet. Viet. Okay. The abbreviated form of Vietnam. How can we go? Sorry. How can we go there? ഫുള്ള് നല്ല രസമായിട്ടുള്ള ആംബിയൻസ് ആണോ. നല്ല രസമുള്ള ഫോട്ടോസും വീഡിയോസും ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ട് എന്താ അറിയോ, സംഭവം അത്ര രസമായിട്ട് ഇവിടെ ഫീൽ ചെയ്തു. ഇവിടുത്തെ ചെയറുകളൊക്കെ നമ്മൾ പഴയ, അതായത് ഒരു നമ്മളെ പഴയതല്ല, ആൻഷ്യൻ്റ് ഫോട്ടോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള രൂപത്തിലുള്ള കുറേ സംഭവങ്ങളാണ്. എന്താണ് മക്കളെ നോക്കി ഇവിടെയൊക്കെ ഇരുന്നാണ്ട് ഇങ്ങനെ കോഫി അടിക്കുമ്പോൾ നേക്ക് പോയോക്ക. ഇവിടെ വീണ്ടും മെമ്മറി കാർഡും കാണുന്നുണ്ട്. നടക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. നടക്കാനൊരു മടിയും പാടില്ല. മടി ഉണ്ടെങ്കിൽ പിന്നെ ഈ പരിപാടിക്ക് നിൽക്കരുത്. ഇതിൻ്റെ മേലെ എന്താണാവോ നടന്ന് ആലോചിച്ചു ഈ അമ്മര് കിലോമീറ്ററുകൾ മേലെ കൂടെ, അതായത് കാടിൻ്റെ മേലെ കൂടെ നമ്മൾ വന്ന് ഇവിടെ ഇങ്ങനെ രസമായിട്ട് ഉണ്ടാക്കി വെച്ചേക്കാം. Where is the road here? You know English? Hello. You speak English? Oh, yes. Okay. We are going. Where this road is going? Huh? This road is going to Toilet. Toilet. Yeah. Oh, how can I go to that statue? The Buddha. The Buddha? Yeah. Follow me. Okay. Okay. The big Buddha? Oh yeah. Oh. How can you go? Okay. Follow me. We can go there. Yeah. Okay. Big Buddha. Okay. Hi. How are you? Oh yeah, thank you. Good. Hello. You YouTuber? Yeah, I'm a little tiny vlogger. Tiny. Small vlogger. How many subscribers do you have? Yeah. Subscribe. You can take How many subscribers do you have? only less. 5,000 something. Oh, a lot. What name you YouTube? Hey. What's your name? My name is Alan. My English name is Alan. Okay. 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 This is your parents. Yes, this is my parent. Okay. In which standard you are studying? Huh? In which standard you are studying? I studying in grade A. Which means 10th. Huh? Grade A. Grade? Class A. Class A. Yeah. Okay. What's your name? My name is Sean. Shan. Yeah. Okay. So what's your name? Yung. Yum. Yeah. My Huh. name Home. Home. Oh, what? Yum, Home, Alan and Son. Son. What's your name? Shafi. Sophie. Yeah. Shafiq. ഓരോ പേരുകളൊക്കെ യും, സോൺ, അലൻ ഈസ് വെറൈറ്റി, ആൻഡ് യോം, ഹോം, വിയറ്റ്, നോ സമൺ ഈസ് വിയറ്റ്. സോ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഓരോരുത്തരുടെ പേര് കേട്ടോ. ബണ്ണുണ്ടാക്കി നോക്കി.
Yummy. Yeah, yummy. ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇവിടെയൊക്കെ വാഷ്റൂമും കാര്യങ്ങളും ഒക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ഉണ്ടോ. വൈൻസ് അല്ലോ ആഡിഡ പുദ്ദ വീണ്ടും ഗാർഡൻസ്. ലിഞ്ചിങ് പഗോഡ അതാണ് ഇതിന് പറയുന്ന പേരിടോ. ആ വുഡിൻ്റെ അടുത്തെത്തി നമ്മൾ ഇവിടെ. യെസ് താങ്ക് യു. Thank you. You can follow this guy. യാ Goodbye. ഗുഡ് ബൈ താങ്ക് യു. Have a nice trip. ഓക്കെ Okay, goodbye. text in Facebook, okay? Text me, okay? Okay. Okay, nice. Instagram. Okay. Goodbye. Okay, bye. Look, bye. Good luck. Assalamualaikum. അപ്പോൾ അങ്ങനെ നമ്മൾ ബുദ്ധയിലേക്ക് എത്തി. എന്ത് ചിൻചുങ് പഗോഡ. നല്ലൊരു സെറ്റപ്പ് ഇടോ. മതമില്ലാത്ത സ്ഥലമാണ്, പക്ഷെ എന്നാലും പ്രാർത്ഥനകൾക്ക് ആളുകൾ വരുന്നുണ്ട്. സോറി കാസേ ഇന്ത്യ മേ കഹാ. സോ നമ്മൾ കുറച്ച് Delhi and Tamil Nadu. We happened to meet some Indians from this beautiful place. Okay. Hello. Donation? Donation. Oh, the donation. Okay. ഇങ്ങോട്ടല്ലോ. അതായത് നടക്കാൻ കഴിയാത്ത ആൾക്കാരും കുറച്ച് അർജൻറ്റുള്ള ആൾക്കാരെയും കൊണ്ട് ഒരിക്കലും ഇങ്ങോട്ട് വരരുത് കേട്ടോ. കാരണം എന്താ അറിയോ, നമ്മളെ മൂഡ് അങ്ങോട്ട് പോകും. കാരണം നമ്മളെല്ലാം ഇത്രയും ദൂരം ഇത്രയും പൈസ കൊടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിതൊക്കെ കാണാനാണ്. സാവധാനം എക്സ്പ്ലോർ ചെയ്തിട്ട് പോകും. നമ്മൾ വണ്ടി ഡ്രൈവർ എടുക്കുകയാണെങ്കിൽ പോലും ആ രീതിയിലുള്ള സാധനങ്ങൾ കീപ്പ് ഇൻ മൈൻഡ്. ഓക്കെ, ക്ലൈമറ്റ് നല്ല മാറിയിട്ടുണ്ട്. അവിടെ ഒരു സാധനം കണ്ട നിങ്ങൾ, റോഡ് ഉണ്ട് കേട്ടോ അങ്ങോട്ട്. മഴ പെയ്യുന്നുണ്ട് കേട്ടോ, നേക്കിൽ മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്തുകൊണ്ട് ഇങ്ങനത്തെ സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്നു കഴിഞ്ഞാലേ പെടും. അവിടെ ഒരു സാധനം കൂടി എന്തോ കാണാണ്ട്, സ്റ്റൗം കൂടി ഒന്നുള്ളിൽ കയറാം. അപ്പോൾ ഒരു റെയിൻ കോട്ട് കയ്യിൽ വെച്ചോണ്ടി, ചെറിയൊരു കുട ഉണ്ടെങ്കിൽ കുടയും കയ്യിൽ വെച്ചോണ്ടിട്ടോ. ആ ഇത് ലാഫിംഗ് ബുദ്ധയാണ്, ലാഫിംഗ് ബുദ്ധ. ഇവിടെയൊക്കെ ഉള്ള ഐറ്റംസ് എന്ന് വെച്ചാൽ ഫുള്ളിപ്പോൾ ആകാശം ഫുള്ള് ആകാശമായി, കോട മൂടി. ഉള്ളിലേക്ക് നമുക്ക് പോകണ്ട, കാരണം ഓരോ കച്ചവടത്തിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ നമ്മൾ വീണ്ടും നടന്ന് നമ്മളാദ്യം കേബിൾ കാർ കയറി വന്ന സ്ഥലത്തേക്ക് എത്തി. ഇനി ഇവിടുന്ന് അടുത്തടുത്ത സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ പോകണം, ചോദിച്ച് പോട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അടുത്ത കേബിൾ കാർ കിട്ടും. അതായത് ഇവിടെ വരുന്ന സമയത്തേ ഇങ്ങനത്തെ ഒരു കാറ്റലോഗ് ഇവിടെ എന്ത് ചെയ്യാം, ഫസ്റ്റ് കാണുന്ന കേബിൾ കാറിന് എടുക്കുക. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു റൂട്ട് മാപ്പ് കിട്ടും, അതിലിങ്ങനെ പോവാം. നമുക്ക് എന്താ വെച്ചാൽ ഏകദേശം കുറേ വീഡിയോ കണ്ട് പരിചയം ഉണ്ടായതുകൊണ്ട്
നമ്മൾ അതിനനുസരിച്ച് ഇങ്ങനെ പോയി. ഇതൊക്കെ നമ്മൾ പോയതാട്ടോ, ഈ സ്ഥലങ്ങളൊക്കെ നമ്മൾ പോയി. അതിൻ്റെ ഇടയിൽ കൂടെ കുറേ ലാഫിങ് ബുദ്ധ, അപ്പോൾ നിങ്ങൾ കണ്ടില്ലോ ഒക്കെ വീഡിയോസിൽ. അപ്പോൾ ഈ ഒരു കാറ്റലോഗ് കയ്യിൽ വെച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അടുത്തൊരു, അതായത് ഫാൻറ്റസി പാർക്ക് അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാണ് കേട്ടോ. ക്ലൈമറ്റ് ഇങ്ങനെ കോടം കൂടുന്നുണ്ട്. ഇപ്പോൾ വണ്ടികൾ പോകുന്നുണ്ട്. അതായത് ഇവിടെ ഇതിൻ്റെ മുകളിൽ എത്ര വലിയ ഏരിയ ആണെന്നുണ്ടെങ്കിലും വണ്ടി ഇങ്ങോട്ട് വരും. അപ്പോൾ നമ്മൾ ഹലോ അയ്യോ അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയേക്കും. ഫുഡ് കഴിക്കാൻ പോകുന്ന ഏരിയ ഉള്ളത് ബൊഫ അവിടെ ഉണ്ട്. ടോയ്ലറ്റ് ഒന്ന് പോകണം, മൂത്രമൊക്കെ എന്താ നീറ്റ് ആൻഡ് ക്ലീൻ. അതൊരു ഫാൻറ്റസി പാർക്ക് മാറിയിട്ട്. ഫുഡിൻ്റെ ഏരിയ എവിടെയാണ് കാണില്ലല്ലോ. Where's the buffet? Food? Huh? For the ticket food? Yes. ഇതിൻ്റെ ഉള്ളിലാണ് വേറെ വേൾഡ് കേട്ടോ. ഒരു ഇത്ര പൈസ കൊടുക്കില്ല മുതലുണ്ട്. ഇത് നല്ല നടന്ന് കാണാണ്ട്. അപ്പോൾ നമ്മൾ ബൊഫ എത്തി, ഫുഡ് കഴിക്കണ ഏരിയ. അപ്പോൾ നമുക്കിനി നല്ല വിശപ്പുണ്ട്. സോവർ ഓക്കെ. അപ്പം ഇനി വേണ്ട ഭക്ഷണം വേണ്ട പോയാൽ 2 മണിക്കൂറിന് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പോകുന്നു. ഫുള്ള് വെറൈറ്റി സാധനങ്ങൾ, ഫുള്ള് റൈസ് ഐറ്റംസ്. വെയിറ്റ്. അപ്പോൾ ഇത് എവിടുന്ന് തുടങ്ങണമെന്ന് അറിയില്ല. അമ്മരി ഏരിയ കേട്ടോ. ഇതൊക്കെ എന്താണാവോ? എന്തായാലും പന്നി അല്ലാതൊക്കെ നമ്മൾ കഴിക്കും, പന്നി പാമ്പല്ലാതൊക്കെ കഴിക്കും. ഇതൊക്കെ ഫുള്ള് ഫ്രീ ആട്ടോ, ലൈവായിട്ട് വേണ്ട ഭക്ഷണങ്ങൾ. എൻ്റെ മോനെ ഇതൊക്കെ നോക്കി എന്താ സാധനം. ഇത്ര ചെറിയ സാധനം എടുത്തിക്കണത് ഇത്. റൈസ് കേക്കാണ്. പിന്നെ ഈ വായൻ്റെ അടിയിൽ എന്തോ സാധനം. എവിടെയാ ഹലോ, meat? Buffalo? No. Beef. Duck. താറാവ്. നല്ല ഫിഷ് ഉണ്ട്. പിന്നെ ഓരോ പീസ് കഴിക്കാൻ നല്ല
ചിക്കൻ വേണ്ട. പിന്നെ പ്രോൺസാണ്. പ്രോൺസ് ഒരു 2-3 എടുത്ത് നോക്കുക. ഓക്കെ. പിന്നെ നമുക്ക് ഡക്ക് രസമുണ്ട്. അത് താറാവ് ബ്രോസ്റ്റാണ്. താറാവ് ബ്രോസ്റ്റ് രസമുണ്ട്. ഹലോ, വാട്ട് ഈസ് ദിസ്? നോ മീറ്റ്. ദിസ് ഈസ് ഡക്ക്. താറാവ് രസമുണ്ട്. ഫ്രൈ ചെയ്ത് നോക്കാം. നല്ല രസമുണ്ട്. ഇത് ഫിഷ് ഇടോ. ഫിഷും രസമുണ്ട്. ഫിഷ് പൊട്ടൊരു വേറെ മസാല. മുള്ളന് മീനാണ് നോക്കണം. അങ്ങനെ നമ്മളെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞു. ഫുഡ് കഴിച്ചിട്ട് തൊള്ളി തിരിയില്ല. അമ്മാരി പൂസ കറിയോ, അമ്മാരി ഫുഡ്. ഓരോ വെറൈറ്റി ഐറ്റംസ്. ഞാൻ അവിടെ ഇരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫുഡിൻ്റെ അടുത്തൊക്കെ പോലെ എത്തിയിട്ടാണ്. ഇതൊക്കെ ഇവിടെ ഇരുന്നാണ്ടിൽ ഇങ്ങനെ വ്യൂ ഉണ്ടല്ലോ, ഈ കേബിൾ കാറൊക്കെ ഇങ്ങനെ കണ്ട്, ഈ ഒരു അടിപൊളി ആംബിയൻസും കണ്ട്. അതായത് ഇതിൻ്റെ മുകളിൽ കേബിൾ കാറുണ്ട്. നമ്മളിങ്ങോട്ട് വന്നതും കേബിൾ കാറിലാണ്. നേരെ അതായത് ഒരു 5 സ്റ്റാർ സെറ്റപ്പ്. നമ്മൾ 1250 പറയുമ്പോൾ നാട്ടിലത്തെ ഒരു 5000-6000 റുപ്യൻ്റെ അടുത്തുണ്ട് നമുക്ക് ഡെനാങ്ങിൽ നിന്ന് ഇങ്ങോട്ട് വരെ പോയി വരാനൊക്കെ പാടെ കൂട്ടുമ്പോൾ. പക്ഷേ അതിന് വേർത്തുണ്ട്. നല്ല അടിപൊളിയാണ് എല്ലാം കൊണ്ടും. നൈസ്. ഓക്കെ. എന്താല്ലേ ദുബായിൽ നമ്മൾ കണ്ടിട്ടുണ്ടെന്തോ കസ്റുൽ വത്തന്. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ എന്നതുപോലത്തെ ഒരു സെറ്റപ്പ് സാധനമാണിത്. നിങ്ങൾക്ക് ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ നൈസായിട്ട് ഇതേപോലത്തെ സെറ്റപ്പ് ഉണ്ട്. അതിൻ്റെ മുകളിൽ കയറാം. ഫുള്ള് ഈ ഒരു വസ്ത്രത്തിൽ നമുക്ക് ഫോട്ടോ എടുക്കാം. ചെയ്യാനുള്ള ഇതേപോലത്തെ സിംഗിൾ റെയിൽ പരിപാടിയാണ്. എൻ്റെ മോനെ എത്ര ദൂരത്താണ് ഇതൊക്കെ. അപ്പുറത്തേക്ക് പോകേണ്ടില്ലേ. സമ്മതിക്കണോ ഒരു രാജ്യത്തിൻ്റെ ടൂറിസത്തിനൊക്കെ എത്രത്തോളം. അതായത് നമ്മളെ വീട്ടിൽ നല്ല ചിക്കൻ ബിരിയാണിയും അല്ലെങ്കിൽ നല്ല സാധനങ്ങളുണ്ടെങ്കിൽ ആൾക്കാരെ നമുക്ക് ഗസ്റ്റുകളെ ഒരു രസമായിരിക്കുമല്ലോ ഇനി അല്ലേ. എങ്ങനെ പറയാം. നമ്മളെ നാട്ടിലൊക്കെ ഇതേപോലത്തെ കൊണ്ടുവരുന്നത് കാര്യം. ആ താജ്മഹലും കുത്തുമിനാറൊക്കെ കണ്ടില്ലെങ്കിൽ അത് മര്യാദക്ക് നോക്കിയെടുത്താൽ മതി. നമ്മളെ മോള് താഴ്ന്ന് കണ്ടില്ലേ ആ ബിൽഡിംഗ് കണ്ടത്. ഇപ്പോൾ ചെറിയൊരു തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. മക്കളെ നോക്കി നിങ്ങൾ എന്താ ഇതിനൊക്കെ പറയാം. അമ്മൊരു സംഭവം. വേൾഡ് ഓഫ് വാവ്. ഇറ്റ്സ് റിയലി വാവ്. ഒരു ഗവൺമെൻറ് ഓഫ് വിയറ്റ്നാം ഉണ്ടല്ലോ, മാരകമാണ്. ഇത് പ്രൈവറ്റ് എൻറ്റിറ്റിൻ്റെ ആണെങ്കിൽ പോലും ഗവൺമെൻറ്റിൻ്റെ ഇടപെടലില്ലാതെ അല്ലെങ്കിൽ അതിൻ്റെ സ്വാധീനമില്ലാതെ ഇത്തരത്തിലുള്ള സാധനം എന്തായാലും കൊടുക്കാൻ പറ്റില്ല. ടൂറിസ്റ്റുകളൊക്കെ കൊണ്ടുവരും. ഹലോ 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 ഹായ് ഹായ് ഹലോ. അപ്പാരങ് റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് എന്നാ പറഞ്ഞത്. കാസാക് ബാക്കോ.
ഓരോ പ്രതിമകളൊക്കെ നോക്കി മേക്കില്ലേ ഫോട്ടോ കിട്ടട്ടോ. This table card for the golden bridge. This table card for the golden. Excuse me, sir. ไม่ไปแล้วหรอมีอะไรอ่ะ 下去了，要离开这里。 ഇതാണ് സംഭവം. കിഡ്ലോസ് ഫ്രഞ്ച് വില്ലേജ്. അപ്പോൾ അവിടെ ഈ മലയാളീസിനെ കണ്ടപ്പോൾ അവരോട് കുറച്ച് സംസാരിച്ചിരിക്കുന്നു. ഇതാണ് ഫ്രഞ്ച് വില്ലേജ് കേട്ടോ. നമുക്ക് ആ റൈഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകേണ്ടത്. ഫ്രഞ്ച് വില്ലേജ് കുറച്ച് വേണ്ടി വരാം. നടന്ന് കാണണ്ട ഇവിടെ. ഗോൾഡൻ ബ്രിഡ്ജിക്ക് പോകാൻ ലോവ ഫുനിക്കുലാറ്. ട്രെയിനിക്ക് ഇങ്ങോട്ടാണല്ലേ. 50 മീറ്റർ നടക്കാണ്ട് ആ ട്രെയിനിൻ്റെ കണ്ടോ. 350 മീറ്റർ നടന്നു കഴിഞ്ഞാൽ മറ്റേ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം ഇവിടെ നിന്നിങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ട് ഇനി നമ്മൾ നേരെ അവിടുന്ന് നമുക്ക് മറ്റേ ട്രെയിനിക്ക് പോകണം. ട്രെയിനൊരു വെറൈറ്റി റെയിൽ പരിപാടി ഉണ്ട് ഇവിടെ. നടന്ന് കയറേണ്ടി വരും കേട്ടോ. ഹലോ, നിങ്ങൾ നോക്കി വരുന്നത് ഉണ്ടാക്കി വെച്ചിട്ട് മുയലാളൊക്കെ, മുയലും മണ്ണക്കൊട്ടനൊക്കെ. ഒരുപാട് ഷോകളുണ്ട്. രാവിലെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് എല്ലാം എക്സ്പ്ലോർ ചെയ്ത് പോയാൽ മതി. എന്തോരം എൻ്റെ മക്കളെ, വാക്കുകൾക്ക് അതീതമായിട്ടുള്ള സാധനം കേട്ടോ. കുട്ടികൾക്കൊക്കെ പറ്റിയ പാർക്ക് സാധനങ്ങൾ അവിടെ വേറെ. ഹലോ, ഇവിടൊക്കെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ട് കേട്ടോ. അതായത് മലൻ്റെ എത്രയോ മലകൾക്ക് മുകളിലാണ് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. സമ്മതിക്കണല്ലേ. സാധാരണ എനിക്കിങ്ങനെ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാലേ അത്രത്തോളം അങ്ങോട്ട് കേൾക്കലില്ല. ഈവൻ ദുബായിത്തെ മറ്റേ എന്ത് വില്ലേജ് ആണെങ്കിൽ ഗ്ലോബൽ വില്ലേജ് പോലും എനിക്ക് ഇത്രത്തോളം ഇഷ്ടമായിട്ടില്ല. ഇതതിലേറെ വൈബ്രൻ്റ് മാസ്മരികത. അത് നമ്മളാ ഫസ്റ്റ് കേബിൾ കാർ കയറുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ കിട്ടുന്നൊക്കെ വാവുകയാണ്. പിന്നെ ഭക്ഷണം അതിലേറെ ഒരു രക്ഷയില്ല, അടിപൊളി. ഇവിടെയൊക്കെ പിന്നെ ഇങ്ങനെ ഓരോ അമ്യൂസ്മെൻറ്റ് പാർക്ക് പരിപാടികളുണ്ടോ, കുറേ സെറ്റപ്പുകൾ. കുട്ടികളെ കളിപ്പിക്കാനുള്ള കുറേ സാധനങ്ങളുണ്ട്. ഫാൻറ്റസി. നടക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടും. അതിങ്ങനെ ബിയർ ബോട്ടിൽ പോലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. വെള്ളടിക്കാനുള്ള സെറ്റപ്പാണ് ഇത്. ലേഡീസിനൊക്കെ പറ്റിയ സെൻ്റപ്പാടോ. ഫുള്ള് ഗാർഡനിങ് പരിപാടിയാണ്. ലേഡീസിന് മാത്രമല്ല. അപ്പോൾ നടന്നു കഴിഞ്ഞു ഇതൊരു 10 കിലോമീറ്റർ ആണ് നോക്കും. ഇവിടെ ഇങ്ങനെ സാധനം ഇത് പുകരുണ്ടല്ലോ. സംഘ് വേൾഡ്
ഗാർഡനിങ് ഉണ്ട്. ഓക്കെ, ആൾക്കാർ പോകണമെങ്കിൽ അയക്കാണ് നമുക്ക് പോകേണ്ടത്. ഒരു റെയിലുണ്ടോ അവിടെ? അയക്ക് അയ്യ പോണ ലൈനുണ്ടോ? അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ വേഗം പോകും. നമ്മളാ പറഞ്ഞ ട്രെയിനിലെ സാധനമല്ലോ ഇത്. ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ റെയിലിന് എക്സ്ട്രാ പൈസ കൊടുക്കണം. അപ്പോൾ എനിക്ക് വേണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ 1250 ടിക്കറ്റ്, നമ്മൾ എടുത്ത പ്രീമിയം ടിക്കറ്റാണ്. ആ ടിക്കറ്റിൽ അതില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, അപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം. ഇവിടെ കുട്ടികൾ അതായത് ഇത്ര 140 ഉള്ളിലാണെന്നെങ്കിൽ ഫ്രീ ആണ്. 140 ഉള്ളിലാണെങ്കിൽ കുട്ടിക്ക് ഫ്രീ ആണ്. ഓക്കെ, അതിന് മേലേക്ക് പോയ ടിക്കറ്റ് വേണ്ടി വരും. ആണ് നമ്മൾ പറഞ്ഞ ആ റൈഡ് ഉണ്ടോ? ആ കാക്ക വരുന്നുണ്ടോ? അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വൈബ്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഒരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. നമ്മുടെ വോയേജർ ഗ്രാമിൻ്റെ ഡ്രീം വിയറ്റ്നാം ഇവൻ്റ് നമ്മൾ ഉടനെ അനൗൺസ് ചെയ്യും. അപ്പോൾ എല്ലാ ബാച്ചുകളും കേരള ടു കേരള ആയിരിക്കും പാക്കേജിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഡനാങ്ങും ഹോച്ചിമിനും ഹാനോയും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇവൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക, നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, സോ നമ്മളെ ബനാട്ട് ടൂർ കഴിഞ്ഞ് നമ്മൾ നേരെ ഈ റൂമിലേക്ക് പോവാണ്. ദിസ് ഈസ് മൈ ഫ്രണ്ട് ച്യൂ. നമ്മൾ ആ മേലെ പോയാണ്ട് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഫുഡ് നിങ്ങൾ കണ്ടില്ലേ എൻ്റെ മക്കളെ, അടിപൊളി ഫുഡ്. പിന്നെ അവിടെ കുറേ കൂപ്പൺസ് കിട്ടും, ഫുഡ് അതേപോലെ തന്നെ സ്നാക്സ്, അങ്ങനെ പല സാധനങ്ങൾക്ക്. പിന്നെ റിട്ടേൺ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് നമ്മൾ ഒറ്റയ്ക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരു ഐഡിയ കിട്ടില്ല എവിടേക്കാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഞങ്ങൾ വണ്ടി കയറട്ടെ. രണ്ടാമത്തെ കാര്യം, പിന്നെ ഒരു റെയിൻകോട്ട് സാധനങ്ങൾ കയ്യിൽ വെച്ചുകൊണ്ട്, കാരണം മഴ കാര്യങ്ങൾ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടും. പിന്നെ ഫാമിലി ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഫുഡൊക്കെ വെച്ചാൽ മതി. ഇപ്പോൾ വലിയ മഴ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ മെയിനായിട്ട് റിട്ടേൺ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, കറക്റ്റ് അവിടെ ടൈമിംഗ് ഉണ്ടാവും. അപ്പോൾ ആ ടൈമിങ്ങിനനുസരിച്ച് എന്ത് ചെയ്യുക, നമുക്ക് റിട്ടേൺ പ്ലാൻ ചെയ്ത് പോവാം. പിന്നെ ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഒറ്റയ്ക്ക് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ക്രാബ് എടുത്തിട്ട് വരാം. ക്രാബ് എടുത്ത് വന്നു കഴിഞ്ഞാൽ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, ബൈക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആകെ ഇവിടെ എത്തുമ്പോഴത്തേനാകെ അടിവാളും. അപ്പോൾ ആ ഒരു വൈബ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അങ്ങനെ വരാം. അപ്പം ഇനി നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് എത്തി, ജസ്റ്റ് ഒന്ന് ഉറങ്ങി. അപ്പോൾ നമ്മളെ ചെക്കൻ താങ്ക് യു സോ അടിപൊളിയാണ്. അപ്പം ഇനി നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ.